ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മധുവിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് മധുവിൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണ്, നമ്മൾ ആരോടും ഇങ്ങനെ വാശിയും വൈരാഗ്യം ഒന്നും വെച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മുടെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചും സമാധാനിപ്പിച്ചൊക്കെ കഴിയുക. ഇപ്പോൾ അയാളുടെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ വന്നത്. അയാളുടെ മരണസമയത്ത് അയാളുടെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടായോ? സ്വന്തം ഒരു മകളുണ്ടായിരുന്നു, ഒറ്റൊരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ മരണസമയത്ത് ആ മകള് പോലും വന്നില്ലെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അയാൾ കിടപ്പിലായി കഴിഞ്ഞപ്പോഴേക്ക് മകൾ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നൊക്കെയാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത് എന്നൊക്കെ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മധുവിനും വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. അപ്പോൾ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? മനസ്സിൽ വാശിയും വൈരാഗ്യവും ഉള്ളവർക്കൊക്കെ ഇത് തന്നെയായിരിക്കും ഗതി. അവസാനം നരകിച്ച് മരിക്കേണ്ടി വരും, അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പോയപ്പോൾ മധു ഒരുപാട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇനിയും വാശിയും വൈരാഗ്യമൊക്കെ വെച്ചിട്ട് കാര്യമുണ്ടോ എന്നുവരെയാണ് ഇങ്ങനെ മധു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വർഷയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടി വിളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ചേച്ചി, എനിക്ക് ഫുഡ് വേണ്ട എന്നേ. ഫുഡ് വേണ്ടെന്ന് പറഞ്ഞ കാര്യം നടക്കില്ല, ഫുഡിരുന്ന് കഴിച്ചോളണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞിട്ട് വർഷയെ അവിടെ പിടിച്ചിരുത്തുകയാണ്ട് ഒരു ഇഡലി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇഡലിയും വെച്ച് ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധി മസാല ദോശയായിട്ട് വരികയാണ്. എന്താണ് സുധി, നിൻ്റെ കയ്യിൽ എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഇത് മസാല ദോശയോ? നിനക്ക് എവിടെ നിന്നാണ് മസാല ദോശ കിട്ടിയത് എന്ന് രവി ചോദിക്കണം. അപ്പോൾ ചന്ദ്രൻ, ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്തത്, പിന്നെ എൻ്റെ മോനെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് ശരി, അപ്പോൾ ബാക്കി എല്ലാവർക്കും ഇവിടെ ഇഡലി, ഇവന് മാത്രം മസാല ദോശയോ? അയ്യോ, ഇഡലി ഉണ്ടാക്കിയത് രേവതിയല്ലേ, ഞാനല്ലല്ലോ. എൻ്റെ മോനൊരു മസാല ദോശ തിന്നാനായിട്ട് തോന്നിയെന്നേ, അപ്പോൾ ഞാൻ അവനെ ഉണ്ടാക്കി കൊടുത്തത് ഇത്ര വലിയ തെറ്റാണോ? അവൻ കഴിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ വർഷയുടെ മുന്നിൽ നിന്നാണ് ഈ മസാല ദോശ കമാന്നും പറഞ്ഞുകൊണ്ട് തിന്നുന്നത്. അപ്പോൾ വർഷയോടും കഴിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സച്ചിയാണെങ്കിൽ തിന്നട്ടെ, അമ്മ ഉണ്ടാക്കിയതല്ലേ. അപ്പോഴേക്കും നിന്റെ ഭാര്യ ഇവനൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ മോന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ രേവതി എടുത്ത് വായിക്കും, അപ്പോൾ ഇത്ര നാളുണ്ടാക്കിയത് ഞാനല്ലേ അമ്മേ, അപ്പോൾ അമ്മയുടെ മകൻ കഴിച്ചിട്ടില്ലേ? എന്താടി നീ എന്തിനാടി എന്നോട് നാക്കെടുക്കുന്നത്? നീ കൂടുതൽ എന്നോട് വാശി കടിക്കാൻ നിൽക്കണ്ടേ? അയ്യടാ, കൂടുതൽ ഷോ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ ഇങ്ങനെ നമ്മുടെ സുധി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നേരത്ത് വർഷയ്ക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാനായിട്ട് വരികയാണ്. വർഷയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓക്കാൻ്റെ ഛർദ്ദിച്ചും പോവുകയാണ്. അവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ട് ഓടുകയും ചെയ്യാണ്. എല്ലാവരും അയ്യോ വർഷ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കണ്ട് നമ്മുടെ സുധിയാണെങ്കിൽ സുധിക്ക് ഓക്കാനും വരുന്നു. വർഷ ഛർദ്ദിക്കുന്നത് കണ്ടല്ലോ, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുധിക്ക് ഓക്കാനും വരികയാണ്. അപ്പോൾ സുധിയിൽ നിന്ന് ഇങ്ങനെ ഓക്കാനിക്കുന്ന കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര നടുവ് തിരുമ്മയാണ്. എന്ത് പറ്റി മോനെ, എന്ത് പറ്റിയടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു അമ്മേ. അപ്പോൾ സച്ചി ചോദിക്കുക, എന്താടാ നീയും പ്രഗ്നൻ്റ് ആണോ? ഒന്ന് പൊയ്ക്കോളോട്ടോടുന്ന് എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്ര, നീ ഒന്നും മിണ്ടാതിരിക്കടാ, എൻ്റെ മോന് ഛർദ്ദിക്കാൻ വരുന്ന കണ്ടില്ലേ? വർഷ അവൻ്റെ മുന്നിൽ നിന്ന് ഛർദ്ദിച്ച കണ്ടില്ലേ? ഇങ്ങനത്തെ ഒരു പെണ്ണ്, അവൾക്ക് വല്ല ബാത്റൂമിലും പോയി ഛർദ്ദിക്കായിരുന്നില്ലേ? അവൾ എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഛർദ്ദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ചന്ദ്ര ഇത്, അവളത് മനഃപൂർവ്വമാണോ ഛർദ്ദിച്ചത്? അവളുടെ സാഹചര്യമല്ലേ? അപ്പോൾ ശ്രീകാന്തും പറയാണ്, അതെ, അവരുടെ സാഹചര്യമല്ലേ അമ്മ വിട്ട് കളഞ്ഞേര് എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സുധിയാണെങ്കിൽ അയ്യോ എനിക്കിതിരി കഴിക്കാനായിട്ട് പറ്റില്ല, ഞാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ സച്ചി, അവന് ഛർദ്ദിക്കാനൊന്നും വന്നിട്ടല്ല, അമ്മയല്ലേ ഈ മസാല ദോശ ഉണ്ടാക്കി കൊടുത്തത്, അപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല, അതുകൊണ്ട് അമ്മയോട് എങ്ങനെയാണ് പറയുന്നതെന്നൊക്കെ ചിന്തിച്ച് ഛർദ്ദിക്കാൻ വന്നതുപോലെ അവൻ അഭിനയിച്ചു. എന്നിട്ട് കണ്ടില്ലേ, അവൻ അതും വെച്ചിട്ട് ഒറ്റ പോക്കാണ്. നിങ്ങളുണ്ടാക്കിയ ഭക്ഷണം വായയിൽ വെക്കാൻ പറ്റുമോ? എടാ, നിന്റെ ഭാര്യ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എൻ്റെ അച്ഛൻ, എനിക്ക് ചിരിക്കാനായിട്ട് പറ്റുന്നില്ല അച്ഛാ. എന്താ ചെയ്യുക, അമ്മ പറഞ്ഞു കൂട്ടുന്നത്? എന്തെങ്കിലും കിടന്ന് പറയട്ടേടാ, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഒരേ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ രവി പറയാണ്, എന്താ വർഷയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ലേ? നിങ്ങളെന്തായാലും വർഷയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്? അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട സമയമായല്ലോ. ശ്രീകാന്തും സച്ചിയും രേവതിയൊക്കെ പരസ്പരം അങ്ങോട്ട് മാറി ഇങ്ങനെ നോക്കുകയാണ്. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ടുപോകാച്ചാ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നും പറയാണ്. എങ്കിൽ പിന്നെ അത് വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം, ചെക്കപ്പൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്തേ മതിയാവുള്ളൂ, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി അച്ഛാ, ചെക്കപ്പ് എല്ലാം കറക്റ്റ് സമയത്തൊക്കെ നടത്തിയേക്കാം എന്നും കൂടി സംസാരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ വർഷയെ കാണിക്കുകയാണ്. അപ്പോൾ വർഷ നേരെ പുറത്തേക്ക് ഇറങ്ങി വരിക. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ രേവതി ഓടിച്ച് വന്നിട്ട്, വർഷ നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ ജോലിക്ക് പോകുന്നു ചേച്ചി. ജോലിക്ക് പോകാനോ? ജോലിക്കൊന്നും പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലോ? ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എൻ്റെ പൊന്നു ചേച്ചി, എന്നെ വെറുതെ വിട്ടേര്. ആന്നും പറഞ്ഞാൽ പറ്റില്ല ചേച്ചി, എന്നെ വിട്ടണ്ടേ. സച്ചിയേട്ടാ, ശ്രീകാന്തേ ഇങ്ങോട്ട് ഓടി വന്നേ. അപ്പോൾ ഇവർ രണ്ടുപേരും ഓടി വരിക. ഓടി വന്നിട്ട്, ദേ ഇവൾക്ക് ഹോസ്പിറ്റലിൽ വരാൻ കഴിയില്ലെന്ന്. അപ്പോൾ ശ്രീകാന്താണെങ്കിലും, വർഷേ വാ ഹോസ്പിറ്റലിൽ പോ. ദേ നീ മിണ്ടിപ്പോകരുത്. നീ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് എന്നോട് വന്ന് ഹോസ്പിറ്റലിൽ പോകാനാണ്. നീ മിണ്ടിപ്പോകരുത്. വർഷേ നിർത്ത്. വർഷേ നീ വന്ന് കാറിൽ കയറിക്കണ്ടേ വർഷേ എന്ന് സച്ചി പറയാം. കൂടുതൽ കുട്ടികളെയൊന്നും വേണ്ട, നിനക്കിപ്പോൾ ചെക്കപ്പ് ചെയ്യേണ്ട സമയമാണ്, അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നുമില്ല, പോയി വണ്ടി കയറ് എന്ന് പറയാം. അപ്പോൾ സച്ചിയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷ പേടിച്ചു പോയി. വർഷയാണെങ്കിൽ നേരെ ഓടിച്ചെന്ന് വണ്ടിയിൽ കയറുകയും ചെയ്യാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുക. ഗൈനക്കോളജിനെ കാണാനായിട്ട് രേവതിയും അതേപോലെ തന്നെ വർഷയും കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ കുറേ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് നോക്കട്ടെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയാണെങ്കിൽ നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഡോക്ടർ കിടന്ന് പരിശോധിക്കുകയാണ്. എന്താ വർഷയ്ക്ക് ടെൻഷനുണ്ടോ, പേടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല ഡോക്ടറെ എന്നിങ്ങനെ പറയുകയാണ്. പേടിക്കണ്ട കേട്ടോ, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ വയറൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് നേരെ വാ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേവതിയോട് പറയാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. എന്നാലും റെസ്റ്റ് വേണം, പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം, പച്ചക്കറിയും മുട്ടയും പാലും ഒക്കെ നന്നായിട്ട് തന്നെ കഴിക്കണം, എന്നാലേ നല്ല ഹെൽത്തി ആയ ബേബി ജനിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുകയാണ്. അപ്പോൾ അതെല്ലാം വേണ്ട വിധത്തിൽ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഈ സമയം തന്നെ സച്ചിയും അതേപോലെ തന്നെ ശ്രീകാന്തും കൂടി പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, സച്ചിയേട്ടന് എന്തിനാ സച്ചിയേട്ടൻ ഇങ്ങനെ ഓട്ടം കളയുന്നത്? എല്ലാം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഒരു വണ്ടി വിളിച്ച് വന്നോളാം, സച്ചിയേട്ടൻ ഏതായാലും ഓട്ടം പോയിക്കോ. അയ്യോടാ ഞാൻ നോക്കിക്കോളാം ഈ കാര്യങ്ങളെല്ലാം. അല്ല നീ എന്തിനാ ഹോട്ടലിലും കളഞ്ഞിട്ട് വന്നിരിക്കുന്നത്? പോയി റെസ്റ്റോറൻറ്റിലേക്ക് പോടാ, നിനക്ക് എന്താ അവിടെ ജോലിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ശരി, അപ്പം ഞാനിപ്പോൾ പുറത്താണ്. അതെ നീ പുറത്താ, ആ കുഞ്ഞ് ജനിക്കുന്നത് വരെ ഞാനും രേവതിയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത്, അവളുടെ ചേട്ടനും ചേച്ചിയും. പറഞ്ഞ മനസ്സിലായല്ലോ? അയ്യോടാ മനസ്സിലായി. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഔട്ടാണല്ലോ. അതെ നീ ഔട്ടാ, നീ പോകാൻ നോക്ക്, പോ ഗെറ്റ് ഔട്ട് എന്നൊക്കെ നമ്മുടെ സച്ചിയും പറയാം. ഇവർ രണ്ടുപേരും കൂടി ചിരിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അതെ രേവതിയും അതേപോലെ തന്നെ വർഷയും കൂടി ഇറങ്ങി വരികയാണ്. അപ്പോൾ സച്ചി ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ എന്ത് പറഞ്ഞു? രണ്ടുപേർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വർഷ പറയുന്നത് രണ്ടുപേരും ഓക്കെ ആണെന്നാണ് പറഞ്ഞത് ഡോക്ടർ. രണ്ടുപേരും ഓക്കെ ആണോ? അതിന് രേവതി നിന്നെയും കാണിച്ചു ഡോക്ടറെ? ഇത് കേട്ട രേവതിക്ക് ആകെ ഷോക്കായി പോവുക. അപ്പോൾ നമ്മുടെ രേവതിയുടെ കണ്ണുകൾ നിറയുകയാണ്. അപ്പോൾ രേവതി പറയാണ്, എന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ സച്ചിയേട്ടാ, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ വർഷയുടെയും കുഞ്ഞിൻ്റെയും കാര്യമാണ് പറഞ്ഞത്, എന്നെ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ സച്ചിയേട്ടാ. അപ്പോഴേക്കും ശ്രീകാന്തിന് കാര്യം മനസ്സിലായി. അപ്പോൾ ശ്രീകാന്താണെങ്കിൽ അതെ മരുന്ന് മേടിക്കേണ്ട എവിടെയാ, ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ സച്ചി വേണ്ട, ഞാൻ മേടിച്ചുകൊണ്ട് വന്നോളാം. അയ്യോ വേണ്ട സച്ചിയേട്ടാ, ഞാൻ പോയി മേടിക്കാന്നേ. അയ്യടാ നീ അപ്പം അങ്ങനെ മേടിക്കണ്ട, നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ പോയി മേടിച്ചോളാം. അപ്പോൾ രേവതി ആരെങ്കിലും ഒന്ന് പോയി മേടിക്കാവോ? അങ്ങനെ സച്ചി അങ്ങോട്ട് പോവാണ്. അപ്പോൾ എൻ്റെ പൊന്നു ശ്രീകാന്തേ, സച്ചിയേട്ടനെ ഇതെല്ലാം ചെയ്തോളൂ, നീ ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സച്ചിയേട്ടനെ ഭയങ്കര ത്രില്ലാണ്, നീ ഒരു അച്ഛനാകാൻ പോവുമല്ലേ, അപ്പം അതുകൊണ്ട് ആ ഒരു ത്രില്ലിൽ തന്നെ നിൽക്കുകയാണ് സച്ചിയേട്ടൻ. അതുകൊണ്ട് ഇനി സച്ചിയേട്ടനോട് അത് ചെയ്യാം ഇത് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ചെല്ലണ്ട, സച്ചിയേട്ടൻ അതിനൊന്നും സമ്മതിക്കില്ല എൻ്റെ പൊന്നു ശ്രീകാന്തേ എന്നും പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞപ്പോഴും ശ്രീകാന്ത് ഇരുന്ന് ചിരിക്കുക. അങ്ങനെ ഒരു വണ്ടി കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വർഷയാണെങ്കിൽ അയ്യോ എൻ്റെ അമ്മേ എനിക്ക് വയ്യായേ എന്നും പറഞ്ഞുകൊണ്ട് വർഷ ഒരു കരച്ചിൽ. ഇവരെല്ലാവരും പേടിച്ചു പോയി. എന്താ വർഷം, എന്ത് പറ്റി വർഷേ? നിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കല്ലേ കൊണ്ടുപോയത്? അല്ലാണ്ട് ലേബർ റൂമിലേക്കൊന്നല്ലോ, കൂടുതൽ ആക്ടിങ് കാണിക്കല്ലേ, ചുമ്മാ മിണ്ടാതിരിക്കും എന്ന് വർഷയോടും പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ഭാമയെ കാണുകയാണ്. അപ്പോൾ ഭാമയെ കണ്ടിട്ട് ചന്ദ്ര പറയുകയാണ്, അതെ എനിക്ക് ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല, ഈ വീട്ടിൽ ആദ്യം കുട്ടി ഉണ്ടാവേണ്ടത് ശ്രുതിക്കാണെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ അത് നടന്നില്ല. എങ്ങനെ നടക്കാനാ? ഈ ഇതുണ്ടായ മാത്രമേ ശ്രുതി ഉണ്ടായ മാത്രമല്ലേ ഗർഭിണിയാവുള്ളൂ, പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അല്ല, ശ്രീകാന്ത് അച്ഛനായാലും എനിക്ക് സന്തോഷം തന്നെയാണ്, പക്ഷെ വർഷ പ്രഗ്നൻ്റ് ആയതിലാണ് എനിക്ക് പ്രശ്നം സംഭവിച്ചത്. അത് ശരി, ശ്രീകാന്ത് അച്ഛനാവണമെങ്കിൽ വർഷ പ്രഗ്നൻ്റ് ആവണ്ടേ? ചന്ദ്രേ നീ എന്തൊക്കെ മന്നവത്തിലാണ് ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നീ ഒന്നും മിണ്ടാതിരിക്കുക, എനിക്കാകെ തലക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പം അമ്മയുടെ സ്വത്തുക്കൾ മുഴുവനും ആ വർഷയ്ക്ക് പോയി ചേരും,
അതാണ് ഇപ്പം എനിക്ക് ഏറ്റവും വലിയ അരിശമായിട്ട് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴാണ് ആ വഴി ശ്രുതി നമ്മുടെ ഭാമയെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ചന്ദ്രയുടെ സംസാരം പെട്ടെന്ന് കേൾക്കുക. അപ്പോൾ ചന്ദ്രയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മാറി നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ ഭാമ ചോദിക്കുകയാണ്, അല്ല എങ്ങനെയുണ്ട് ഏലസ് കെട്ടിയിട്ട് നല്ലത് തന്നെയാണോ? ഓ, എവിടെ നിന്ന് നല്ലത്? ആ ഏലസ് കെട്ടിയപ്പം മുതൽ അവൻ എന്നെ കണ്ണി നേരെ കണ്ടൂടാ. ഞാൻ എന്തു പറഞ്ഞാലും എൻ്റെ നേരെ ചാടിക്കരുത്ത് സംസാരിക്കുകയാണ് അവൻ. ഏത് സമയത്തിലും കുറ്റപ്പെടുത്തുക മാത്രം. അപ്പം എനിക്കത് സഹിക്കാനായിട്ട് പറ്റുമോ? ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാവോ? ആ 2 ഏലസും വലിച്ചു പറിച്ച് അങ്ങോട്ട് കളഞ്ഞു. ആ ശ്രുതി ഒരിക്കലും ഇനി എൻ്റെ കുടുംബത്തിലേക്ക് വന്നു കയറില്ല. അവളെ ഞാൻ വരുത്താൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിച്ചു കൊടുക്കൂല എന്നൊക്കെ പറയാണ്. എന്തായാലും നന്നായി. ഞാനേ ഏതായാലും ഇറങ്ങുവാണേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. അപ്പം ചന്ദ്ര പോയ തക്കം നോക്കി തന്നെ നമ്മുടെ ശ്രുതിയും നേരെ ഡോറിയും മുട്ടുകയാണ്. ഈ ഭാമ വന്ന് കതകം തുറക്കുകയാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സംസാരമൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തു. ഓ, അപ്പോൾ അവർ ഞങ്ങളെ ഒന്നിപ്പിക്കലെന്ന് തന്നെയാണല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാണ്, നിന്റെ പ്ലാനുകളെല്ലാം ഔട്ടായി. കാരണം നിന്റെ പ്ലാനുകളെല്ലാം ഇന്നും നടക്കില്ല. നീ എത്രയൊക്കെ വിചാരിച്ചാലും ആ കുടുംബത്തോട്ട് നിനക്ക് കയറി ചെല്ലാനായിട്ട് പറ്റില്ല ശ്രുതി എന്ന് പറയാ. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. സന്തോഷ വാർത്തയോ? അപ്പം നീ അത് കേട്ടില്ലായിരുന്നോ? ഇല്ല, കേട്ടില്ല. അതെ, വർഷ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയാണ്. ഇത് കേട്ട ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശ്രുതിയുടെ മുഖമൊക്കെ ആകെ മാറി. എന്താ നിനക്കിത് കേട്ടിട്ട് സന്തോഷമൊന്നും വരുന്നില്ലേ? അയ്യോ, സന്തോഷം വരുന്നുണ്ട് ആൻറ്റി. വർഷ പ്രഗ്നൻ്റ് ആയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ആ കുടുംബത്തോട്ട് എങ്ങോട്ട് കയറി ചെല്ലുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇനി നിൻ്റെ കാര്യം ഗോവിന്ദയാണ്. പക്ഷേ ഇല്ല ആൻറ്റി, ഏതെങ്കിലും മുഖേന ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലും. ഏതായാലും ഞാൻ പോട്ടെ. നീ വന്ന ഉടനെ തന്നെ പോവുകയാണോ? അല്ല, വിശേഷങ്ങളെല്ലാം ഞാൻ അറിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ ചെല്ലുക. മീരയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇത് കേട്ട മീരയാണെങ്കിൽ അത് ശരി, അപ്പോൾ വർഷ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. അതേ, വർഷ പ്രഗ്നൻ്റ് ആണ്. ഇനി ശ്രുതി നിനക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റില്ല. അതെന്താ കയറി ചെല്ലാൻ പറ്റാത്തത്? വർഷ ഇനി എല്ലാവരും കൂടെ എടുത്ത് തലയിലെടുത്ത് വെക്കൂലേ? അപ്പം പിന്നെ നിനക്ക് അവിടെ വല്ല സ്ഥാനം ഉണ്ടാകുമോ? പക്ഷെ എന്നാലും മീരെ, എനിക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലണം. ഇനി നിൻ്റെ പ്ലാനും എല്ലാം നടക്കുമോ? ഒരു പ്ലാനും നടക്കില്ല. ഇനി ആ വീട്ടിലേക്ക് കാലെടുത്ത് കുത്താൻ പോലും നിനക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പറ്റും. കാരണം ഞാനും പറഞ്ഞാലോ, ഞാനും പ്രഗ്നൻ്റ് ആണെന്ന്. നിനക്ക് വല്ല ഭ്രാന്താണോ? അതെ, ഞാനും ഗർഭിണിയാണെന്ന് അങ്ങോട്ട് പറയാം. അവർ ഞാൻ ഗർഭിണിയാണെന്ന് അറിയുമ്പോഴേക്കും വിളിക്കുമല്ലോ. ഈ പറഞ്ഞ സത്യം തന്നെയാണ്. അതെ, ആൻറ്റിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമേ ശ്രുതി ഒരു അച്ഛനായി കാണണമെന്നായിരുന്നു. പക്ഷെ നേരത്തെ ശ്രുതിക്ക് ഞാനിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ശ്രുതിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ശ്രുതി ഏതായാലും അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ശ്രുതി ഒരു അച്ഛനായെങ്കിലോ എന്ന്. അപ്പോൾ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആൻറ്റി ഒന്ന് വിളിക്കില്ല. നീ പറഞ്ഞ സത്യം തന്നെയാണ്, വിളിക്കുകയൊക്കെ ചെയ്യും, നിന്നെ കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷേ എത്ര നാളത് മുന്നോട്ട് കൊണ്ടുപോകും? എപ്പോഴെങ്കിലും ഒരു ദിവസം അറിയില്ല നീ ഗർഭിണിയല്ലെന്ന്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിന്നെ അടിച്ച് പുറത്താക്കും. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നിനക്ക് കള്ളപ്പേരുണ്ടാകും. പിന്നെ ജന്മത്തിൽ നിനക്ക് കയറാനും പറ്റൂല്ല. അതും നീ പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അബോഷനായി പോയെന്ന് പറയാം. ശരി, നീ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? അബോഷനായി പോയെന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നേ? ആ വീട്ടിലുള്ള എല്ലാവരും മണ്ടന്മാരല്ലേ? അപ്പോൾ പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചോളും. ശ്രുതി, ഇത് വലിയൊരു കുരുക്കി തന്നെ ചെന്ന് ചാടോ? ഒരു കുരുക്കിലും ചാടാനായിട്ട് പോകുന്നില്ല എൻ്റെ മീരെ. ഇത് തന്നെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ മധുവിനെ കാണിക്കുകയാണ്. അപ്പോൾ മധു ആണെങ്കിൽ മഹിമേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ മധുവേട്ട എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അല്ല മധുവേട്ടൻ എങ്ങോട്ട് പോകുന്നു? ദേ, ഇന്നലെ ഞാൻ വർഷയെ കാണാൻ പോയില്ലേ, കൂടെ മധുവേട്ടൻ വരാതിരുന്ന് നന്നായി. അതെന്താ? അതോ, പക്ഷെ എൻ്റെ പൊന്നെ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തെല്ലാം അഹങ്കാരമായിരുന്നു അവരുടെ വർത്തമാനം. എന്താ അഹങ്കാരം? നീ എന്താ പറഞ്ഞത്? ഞാൻ അവിടെ ചെന്നപ്പോൾ വർഷയെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വർഷയോട് ചോദിച്ചു, ശ്രീകാന്ത് എന്തെങ്കിലും നിന്നെ പറഞ്ഞോ എന്ന്. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നീ ഇനി ഭക്ഷണവും പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴിക്കണം, ആ കാര്യങ്ങളെല്ലാം നോക്കാൻ നിനക്ക് ഒരാൾ വേണം, അതുകൊണ്ട് ഈ വീട് ശരിയാവില്ല, എൻ്റെ വീട്ടിലേക്ക് പോരാനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഈ വീട്ടിലൊരു സൗകര്യമില്ല, നീ എൻ്റെ കൂടെ പോരും മോളെ, ഞാൻ നിന്നെ സന്തോഷത്തോടെ നോക്കിക്കോളാം എന്നും പറഞ്ഞു. നീ ഇതെല്ലാം പറഞ്ഞാൽ പിന്നെ അവർ നിന്നെ ആട്ടി പുറത്താക്കാതെ എന്ത് ചെയ്യും? മാധുവേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ?
നിനക്ക് അങ്ങനെ പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ വർഷയെ മാറ്റി നിർത്തി രഹസ്യമായിട്ട് പറയണമായിരുന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോൾ അവർക്കത് ഒരു ഇൻസൾട്ട് ആവില്ലേ? അതുകൊണ്ട് അവരങ്ങനെ പറഞ്ഞത്. അപ്പം മധുവിൻ്റെ ആ ഒരു മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മഹിമ ആകെ ഞെട്ടിപ്പോയി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.